ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് തണലോരം എന്ന് പറഞ്ഞൊരു ടൂറിസം പ്രോപ്പർട്ടി. നമ്മുടെ തിരുവഞ്ചൂരിനടുത്താണ് ഈ വരുന്ന പ്രോപ്പർട്ടി. ഇത് ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇത്രയും കാലം ഇല്ല പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഏരിയയിലാണ്. ഈവനിങ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കട്ട വൈബാണ്. ഇപ്പം ഫിഷിങ്ങിനായിട്ടൊക്കെ ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. അങ്ങോട്ട് അകത്തോട്ട് കയറി പോകുന്ന വഴിക്ക് നമുക്ക് ഊഞ്ഞാലുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരുന്നവർക്ക് ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി. പുഴയുടെ സൈഡിലാണ്. നമ്മൾ പുഴയുടെ സൈഡിൽ കൂടെ നടന്നു വരുമ്പോൾ നമുക്ക് വലിയ ഓവർ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. പക്ഷെ കയറി വരുമ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങളെ. ഇത് കംപ്ലീറ്റ് മുളങ്കാടാണ്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഫുള്ള് മുളയാണ്. നല്ല വൈബ് ഏരിയ എന്ന് പറഞ്ഞാൽ വൈബ് ഏരിയ. ഞാൻ ആദ്യമായിട്ട് ഇതിനകത്ത് കയറുന്നത്. ഞാൻ ഇതിൽ പോയപ്പം അറിയാതെ വന്ന് ഇറങ്ങിയതാണ്. പക്ഷെ അത് ഇറങ്ങിയപ്പം ഇതിനകത്ത് ഇത്ര ട്വിസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. കയറി കഴിഞ്ഞപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ജലസേചനവും വനവും പൂട്ട് കമ്പൈനായിട്ട് നടത്തുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. കംപ്ലീറ്റ് മുളങ്കാടാണ്. ഇവിടെ ഇപ്പം നിലവിൽ ടൂറിസം അങ്ങനെ ഏറ്റെടുത്തിട്ടില്ലാത്തതുകൊണ്ട് പാസുകളോ കാര്യങ്ങളൊന്നുമില്ല. രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 വരെ നമുക്ക് ഇതിനകത്ത് ഇപ്പം വെള്ളം വന്നു പോകാം. ഇപ്പം മൊത്തം മുള കൊണ്ടുള്ള ആർച്ചുകളാണ്. കാരണം ഇത് വളർന്ന് നല്ല പന്തലിച്ച് ആർച്ച് പോലെ നിൽക്കണം. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും തണലും ഒക്കെയാണ്. ഈ ഒരു പുഴയുടെ സൈഡ് ഭയങ്കര വൈബാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനകത്ത് കയറുന്നത്. പക്ഷെ കിട്ടില്ലോ. കണ്ടോ, നല്ല രസം കാണാൻ. കംപ്ലീറ്റ്ലി ടൂറിസത്തിന് കൊടുത്തിട്ടില്ല, വെയിറ്റ് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം വന്നു പോകുന്നതിന് പാസോ കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഇത് ജലസേചന വകുപ്പിനെ കാണുന്നത് ഇപ്പം കമ്പൈനായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു. അതുകൊണ്ടപ്പോൾ വേണം നമുക്ക് ഫ്രീ ആയിട്ട് വന്ന് ഇരിക്കാവുന്നൊരു ഏരിയയാണ്. പക്ഷേ ചിലരൊക്കെ വന്ന് പോയിട്ടുണ്ടായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ അകത്ത് നടുക്കായിട്ട് ഒരു ഏറുമാടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കയറാനൊന്നും പറ്റത്തില്ല. മൊത്തം ദ്രവിച്ചൊക്കെ ഇരിക്കുകയാണ്. എനിക്കൊന്ന് തുടങ്ങിയ സമയത്ത് അത് സെറ്റ് ചെയ്തതായിരിക്കണം. കൊള്ളാം. മുളങ്കാടൊക്കെ നമ്മളിങ്ങനെ കഴിഞ്ഞിങ്ങനെ മുമ്പോട്ട് പോകുന്നു കഴിയുമ്പം ഇതിൻ്റെ എൻഡിൽ അങ്ങേയറ്റത്ത് കുറച്ച് ഹട്ടുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഹട്ടുകളിൽ പോയിരുന്ന് നമുക്ക് വിശ്രമിക്കാം. ഇവിടെ ഒരു കഫേ ഉണ്ട്, അവിടെ പോയി ചായ കുടിക്കാം. പിന്നെ മെയിനായിട്ടൊരു അട്രാക്ഷൻ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ഹൗസ് ബോട്ടുകളുണ്ട്. ചെറിയ ഹൗസ് ബോട്ടുകളുണ്ട്. അതിൽ കയറി നമുക്ക് സഞ്ചരിക്കാം. ഇതിൻ്റെ ലൊക്കേഷൻ വരെ നമ്മുടെ പോത്തങ്കോട് പാലത്തിന് മുമ്പായിട്ട് വലത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴിയെ കയറി ട്രാങ്കിൽ എന്ന് പറഞ്ഞൊരു റിസോർട്ടുണ്ട്, ബാക്ക് വാട്ടർ റിസോർട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. പക്ഷേ ഒരുപാടുപെട്ട എല്ലാവരും പോയിട്ടുണ്ടായിരിക്കും കോട്ടയം ജില്ലയിലുള്ള. അപ്പം കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യുക. നല്ലൊരു അടിപൊളി ഒരു വൈബ് സ്ഥലമാണ്. ബോട്ടിങ് വേണ്ടവർക്ക് ബോട്ടിംഗ് ഉണ്ട് ഇവിടെ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഓക്കെ, ബൈ.